ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സാരി ഉടുക്കൽ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഓഫീസിലെ പരിപാടിക്ക് ഉടുത്തുകൊണ്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും നമുക്കൊരു വീഡിയോ എടുത്താലോ എന്ന്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും, കാരണം എൻ്റെ 2 ചേച്ചിമാരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ആയിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന്, സാരി ഉടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നതിന് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബ്ലൗസ് ഉണ്ടല്ലോ, അത് ഞാൻ സാധാരണ പട്ടുപാവാടയ്ക്ക് ഇടുന്ന ബ്ലൗസാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇടാറ്. ഇതിന് മുമ്പ് മറച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ ഇടാറ്. പട്ടുപാവാടയ്ക്ക് നമ്മളിങ്ങനെയാണല്ലോ ഇടുന്നത്. പട്ടുപാവാടയ്ക്ക് മിടിക്കൊക്കെ നമ്മൾ ഇടുന്ന ബ്ലൗസാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ സാരി ഉടുക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ നോർമൽ ബ്ലൗസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബോറായിരിക്കും നമുക്ക്. പക്ഷേ ഇങ്ങനത്തെ ബ്ലൗസ് ആകുമ്പോൾ വലിയ രീതിയിൽ കുഴപ്പമില്ല, എനിക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടതാണ് കേട്ടോ, കാരണം എനിക്കിങ്ങനെ തോന്നുന്നു കുറച്ച് കമൻറ്റൊക്കെ വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ രാത്രി തന്നെ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ എണീറ്റിട്ട് നമുക്ക് ഇതൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ നല്ല ടൈം പോകും. അപ്പോൾ രാത്രി തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് ഒന്ന് മടക്ക കുത്ത, അത്ര പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് സാരി ഉടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് സാരി ഉടുക്കണം, സാരി ഉടുത്ത് പഠിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഉടുത്തിട്ടു. അപ്പോൾ അതേ നമ്മൾ മുന്താണി എടുത്തിട്ട് കുത്താൻ പോവാണ് കേട്ടോ. എനിക്ക് സാരി ഉടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വൃത്തിയിൽ, ഭയങ്കര നീറ്റിൽ, കുറച്ച് ടൈറ്റിലൊക്കെ ഉടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് ഈ ഫസ്റ്റ് ഞെറി എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുന്നത്, എനിക്കെപ്പോൾ ആരും സാരി എടുത്ത് തരുമ്പോഴും അമ്മയൊക്കെ എടുത്ത് തരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഫസ്റ്റ് ഞെറി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി കുറച്ച് ലൂസായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ആവാറുണ്ട്. അപ്പോൾ അതാണ് അവിടെ പിൻ ചെയ്ത് വെച്ചത്. അത് പിന്നെ നമ്മളെടുത്ത് ഊരി വെക്കും കേട്ടോ, കാരണം നല്ല ടൈറ്റിലാക്കിയിട്ട് അവിടെ പിൻ ചെയ്ത് വെക്കും. പിന്നെ ഇത് എല്ലാവരും ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. എവിടെയൊക്കെ കുത്തുന്നു, എവിടെയൊക്കെ മടക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം മീൻസ് ഓരോ ഞെറിക്കും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതേ ഏറെക്കുറെയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഞെറിവിടാനുള്ളൊരിതുള്ളൂ. സത്യത്തിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ സാരി ഉടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഞെറിവില്ലേ, അത് ഓൾറെഡി അവർക്ക് വരാറുണ്ട്. ബട്ട് എനിക്കത് എന്തോ വരുന്നില്ല. ഞാൻ സാരി ഉടുത്തിട്ട് അപ്പോൾ ഞാനതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു ഞെറിവ് അവിടെ എടുക്കുന്ന സമയത്ത് മറ്റൊരു ഞെറിവ് പോവുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഞെറിയൊക്കെ എടുത്തിട്ട് വീണ്ടും അത് വലിച്ചിട്ട് ഉള്ളോട്ട് കുത്താനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഞാൻ കുറേ നോക്കി അത് വലിച്ചിട്ട് ഉള്ളോട്ട് കുത്താൻ വേണ്ടിയിട്ട്, പക്ഷേ അത് കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് ഏകദേശമൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടു. ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. നിങ്ങൾ അതൊന്നും മെയിൻഡ് ആക്കണ്ട, നിങ്ങൾ എൻ്റെ സൗണ്ട് മാത്രം നിങ്ങൾ മെയിൻഡ് ആക്കാം. അങ്ങനെ ഏകദേശം എൻ്റെ എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ ഞെറിവ് വരുന്നുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര നീറ്റായിട്ട് ഓരോ ഞെറിവ് ഇങ്ങനെ എടുത്തെടുത്ത് കാണണം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഓരോ ഞെറിവ് ഇങ്ങനെ ഫസ്റ്റത്തെ ഞെറിവ് അങ്ങനെയൊക്കെ പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ഞെറിവ് ഒന്നിങ്ങനെ ടൈറ്റിലാക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അയ്യോ, അതെനിക്ക് കുത്താൻ തന്നെ പറ്റുന്നില്ലായിരുന്നു കൈസ്. എത്ര നേരം ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ എനിക്കത് കുത്താൻ തന്നെ പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്താലും നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ള ഞെറിവില്ലേ, അത് ഫുള്ളായിട്ട് ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് എടുത്തിട്ട് ഈ വയറ് കാണുന്ന അവിടെ ആ ഭാഗത്തത്തെ സാധനം ഇല്ലേ, എനിക്ക് സത്യം പറഞ്ഞത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ സാധനം ഞാൻ എടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് ഇടുന്ന ഞെറിവ് എടുത്താണ്ട് വീണ്ടും അങ്ങനെ ഇട്ടിട്ടു, കാരണം അങ്ങനെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു. എന്തായാലും ഞാൻ നല്ല അടിപൊളിയായിട്ട് സാരി എടുത്തെന്ന് തോന്നിയിട്ട് എൻ്റെ ഓഫീസിലെത്തിയിട്ട് വൈഷ്ണയൊക്കെ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ സാരി എടുക്കുക, ഒറ്റയ്ക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉടുക്കുന്നത്. എനിക്ക് പ്രശ്നം വന്നത് താഴത്തെ ഈ ഞെറിവുണ്ടല്ലോ, അത് കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. പിന്നെ ഈ ബ്ലൗസ് എൻ്റെ ചേച്ചീൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ബാക്ക് കുറച്ച് ലൂസായിട്ടങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിൻ ചെയ്യണം വിചാരിച്ചിരുന്നു, പക്ഷേ അത് മറന്നുപോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടുത്തെ പ്ലീറ്റ് ഇങ്ങനെ ഭയങ്കര കറക്റ്റായിട്ട് ഭയങ്കര നീറ്റായിട്ട് നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ സ്ട്രെയിറ്റ്നറൊക്കെ എടുത്തിട്ട് ജസ്റ്റൊക്കെ ഒന്ന് ഓരോ പ്ലീറ്റും എടുത്തിട്ട്
മേലേത്തതും താഴെയുള്ളതും മുന്താണിത്തതും ഒക്കെ ഇങ്ങനെ ഓരോ പ്ലീറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കതിങ്ങനെ നിൽക്കണം. പിന്നെ ഈ ബാക്കിൽ കാണിക്കുന്നതില്ലേ, ഇതും ഞാൻ അയൺ ബോക്സ് അല്ല, സ്ട്രെയിറ്റ്നറില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഓരോന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബസ്സിലൊക്കെ പോകാനുള്ളതാണ്, എന്നാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഈ ഒരു കാണുന്ന ഞെറിവാണ് എനിക്ക് ഉടുത്തിട്ട് കിട്ടാതിരുന്നത്. സാധാരണ അമ്മയൊക്കെ അവിടെ ഉടുക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പക്ഷേ എൻ്റെത് അങ്ങനെ വരുന്നില്ല. ഞാൻ ഒരു 4-5 ഞെറിവാട് ഉണ്ടാക്കി കൊടുത്തിട്ട് എത്രയായിട്ടും റെഡി ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടുത്ത് കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ സീനില്ലായിരുന്നു. അത് അങ്ങനെ തന്നെ ഓക്കെ ഒക്കെ ആയിട്ട് നിന്നു. എന്നാലും നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ സാരി ഉടുത്തത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു വരുന്നവരോടും, എനിക്ക് പേഴ്സണലി ഡ്രസ്സിങ് എൻ്റെ ഇഷ്ടമല്ലേ, അപ്പോൾ എനിക്കത് വലിയ രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ബ്ലൗസ് പട്ടുപാവാടയ്ക്ക് മിടിക്കൊക്കെ ഇടുന്ന ബ്ലൗസാണ്. സോ അതിൻ്റെ മുകളിലൊരു സാരി ചുറ്റിന്ന് അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ രീതിയിലൊന്നും കാണിച്ചിട്ടല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ.